أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قالت يا أيها الملأ أفتوني في أمري ما كنت قاطعة أمرا حتى تشهدون. قالوا نحن أولو قوة وأولو بأس شديد والأمر إليك فانظري ماذا تأمرين. قالت إن الملوك إذا دخلوا قرية أفسدوها وجعلوا أعزة أهلها أذلة وكذلك يفعلون. وإني مرسلة إليهم بهدية فناظرة بما يرجع المرسلون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1276 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായമായ സൂറത്തുൻ നംലിലെ 32 മുതൽ 35 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قالت يا أيها الملأ أفتوني في أمري ما كنت قاطعة أمرا حتى تشهدون. قالوا نحن أولو قوة وأولو بأس شديد والأمر إليك فانظري ماذا تأمرين. قالت إن الملوك إذا دخلوا قرية أفسدوها وجعلوا أعزة أهلها أذلة وكذلك يفعلون. وإني مرسلة إليهم بهدية فناظرة بما يرجع المرسلون. صدق الله العلي العظيم. സൂറത്തു നംലിലെ 32 മുതൽ 35 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. സുലൈമാൻ അലൈഹിസ്സലാമിന്റെ ദൗത്യ നിർവഹണത്തെ കുറിച്ച് പരാമർശിച്ചുകൊണ്ടുള്ള വിവരണം. അതിന്റെ ഭാഗമായി സുലൈമാൻ അലൈഹിസ്സലാം ഹുദ്ഹുദ് മുഖേന സബഇലെ രാജ്ഞിക്ക് ഒരു സന്ദേശം കൊടുത്തയച്ച, ഒരു കത്ത് കൊടുത്തയച്ച കാര്യമാണ് നമ്മൾ വായിക്കുന്ന ഭാഗത്ത് വിവരിക്കപ്പെടുന്നത്. കത്ത് കിട്ടിയതിനെ തുടർന്ന് സബഇലെ രാജ്ഞി തന്റെ കൂടിയാലോചനാ സമിതിയിലെ പ്രമുഖരായ ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നത് നമ്മൾ ഇന്നലെ കാണുകയുണ്ടായി. അവരാ ഘട്ടത്തിൽ പറഞ്ഞത് യാ അയ്യുഹൽ മലഉ ഇന്നി ഉൽഖിയ ഇലയ്യ കിതാബുൻ കരീം. പ്രമാണിമാരെ, പ്രമുഖരെ, എന്നിലേക്ക് അല്ലെങ്കിൽ എനിക്ക് ഒരു കുറിപ്പ്, ഒരു സന്ദേശം അല്ലെങ്കിൽ ഒരു കത്ത് നൽകപ്പെട്ടിരിക്കുകയാണ്. അത് സുലൈമാനിൽ നിന്നുള്ളതാണ്. ഇന്നഹു മിൻ സുലൈമാൻ വഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് പരമകാരുണികനും കരുണാവാരിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിലാണ്, അള്ളാഹുവിന്റെ നാമധേയത്തിലുള്ള കത്താണ്. അല്ലാ തഅലു അലയ്യ, എന്നോട് ധിക്കാരം കാണിച്ച് അനുസരണക്കേട് കാണിക്കുന്ന ഒരു നിലപാട്, ഒരു പെരുമാറ്റം ഉണ്ടാവരുത്. വഅ്തൂനി മുസ്ലിമീൻ, അള്ളാഹുവിന് കീഴ്പ്പെട്ടവരായിക്കൊണ്ട് എന്റെ അടുക്കൽ നിങ്ങൾ വരണം,
ഇതാണ് ആ കത്തില് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഇത്രയും കാര്യം തന്റെ കൂടിയാലോചനാ സമിതിയിലെ അല്ലെങ്കിൽ നാട്ടിലെ പ്രമുഖരായ നാട്ടുപ്രമാണിമാരുടെ മുന്നിൽ പറഞ്ഞതിന് ശേഷം അവര് സംസാരം തുടരുകയാണ്. സഭയിലെ രാജ്ഞിയാണ് അവരോട് ഈ കാര്യം വെളിപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നത്. അപ്പൊ അവർ തുറന്നു പറയുന്ന കാര്യമാണ് ഇന്ന് നമ്മൾ വായിച്ചു വെച്ച ആയത്തുകളിൽ അടങ്ങിയിട്ടുള്ളത്. ഖാലത്ത്, അവര് പറഞ്ഞു, ബൽഖീസ് രാജ്ഞി, സഭയിലെ രാജ്ഞി പറഞ്ഞു, യാ അയ്യുഹൽ മല, പ്രമാണിമാരെ, പ്രമുഖന്മാരെ, അഫ്തൂനി ഫി അംരി, ഈ വിഷയത്തില് നിങ്ങൾ എനിക്ക് ആവശ്യമായ ഉപദേശങ്ങൾ നൽകുക. അഫ്തൂനി എന്ന് പറഞ്ഞ ഫത്വ നൽകുക എന്നാണ് ഈ പദം സൂചിപ്പിക്കുന്ന അർത്ഥം. ഇതിൽ എന്താണ് ശരിയായ നിലപാട് എന്നത് സംബന്ധമായി നിങ്ങൾ എനിക്ക് ഉപകാരപ്രദമായ നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ ഉപദേശങ്ങളോ ഒക്കെ നൽകണം എന്നാണ് ആവശ്യപ്പെടുന്നത്. അഫ്തൂനി ഫി അംരി, ഞാനിപ്പോ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിഷയത്തില് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്ത് നിലപാട് സ്വീകരിക്കുന്നത്, എന്ത് നടപടി സ്വീകരിക്കുന്നതാണ് ഉചിതമായത് എന്ന കാര്യത്തില് നിങ്ങൾ എനിക്കൊരു ഫത്വ നൽകണം. നിങ്ങൾ എനിക്കൊരു ഉപദേശമോ നിങ്ങളുടെ അഭിപ്രായമോ ഒക്കെ ഞാനുമായി പങ്കുവെക്കണം. ഇതാണ് സഭയിലെ രാജ്ഞി തന്റെ കൂടിയാലോചനാ സമിതിയിലെ മലക്കിനോട്, പ്രമാണിമാരോട് അല്ലെങ്കിൽ പ്രമുഖരോട് അല്ലെങ്കിൽ ആ സഭയിലുള്ള പ്രഭുക്കന്മാരോടായിട്ട് പറയുന്നത്. തുടർന്ന് പറയുന്നത്, മാ കുന്തു ഖാത്തിഅതൻ അംറൻ ഹത്താ തശ്ഹദൂൻ, നിങ്ങളുടെ അഭിപ്രായവും നിലപാടും ഒക്കെ അറിയാതെ ഞാനൊരു കാര്യത്തിലും കണിശമായൊരു തീരുമാനം എടുക്കാറില്ലല്ലോ എന്നാണ് ബൽഖീസ് രാജ്ഞി ആ ഘട്ടത്തിൽ അവരോട് തുടർന്ന് പറയുന്നത്. മാ കുന്തു ഖാത്തിഅതൻ, ഖാത്തിഅത്തിന് ഖത്താ എന്ന് പറഞ്ഞാൽ മുറിച്ചു എന്നാണ് അർത്ഥം. ഖാത്തിഅതൻ എന്ന് പറഞ്ഞാൽ മുറിക്കുന്നവർ. ഞാൻ അങ്ങനെ അറുത്തു മുറിച്ചൊരു തീരുമാനം എടുക്കുന്ന ആളല്ല. നിങ്ങളോട് കൂടിയാലോചന ചെയ്തുകൊണ്ട് നിങ്ങളെ കൂടി അതിൽ ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ട് നിങ്ങൾ കൂടി അതിൽ സാക്ഷികളായിക്കൊണ്ടല്ലാതെ പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നും ഞാൻ അറുത്തു മുറിച്ചൊരു തീരുമാനം എടുക്കാറില്ല എന്നത് നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് ഇപ്പോ എന്റെ മുന്നിൽ വന്നിരിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. സുലൈമാൻ അലൈഹിസ്സലാമാണ് ഒരു കത്ത് കൊടുത്തയച്ചിരിക്കുന്നത്. ആ കത്തിന്റെ ഉള്ളടക്കം നിഗളിപ്പൊന്നും കാണിക്കാതെ, അനുസരണക്കേടിനൊന്നും മുതിരാതെ എല്ലാവരും കീഴ്പ്പെട്ടവരായി എന്റെ അടുക്കലേക്ക് വരണം എന്നാണ്. ഇങ്ങനെ ഒരു സന്ദേശം കിട്ടിയ ഈ സാഹചര്യത്തിൽ എന്ത് പ്രതികരണമാണ് സുലൈമാനോട് നടത്തേണ്ടത് എന്ന കാര്യം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഞാനുമായിട്ട് പങ്കുവെക്കണം, എന്നോട് പറയണം. നിങ്ങളുടെ ആ വിഷയത്തിലുള്ള ഉപദേശം എന്താണ് എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ അതിലെ അക്കാര്യത്തിൽ ഒരു നടപടിയിലേക്ക് നീങ്ങുകയുള്ളൂ. കാരണം പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊക്കെ, വിഷയങ്ങളിലൊക്കെ നിങ്ങളുടെ അഭിപ്രായം ആരാഞ്ഞുകൊണ്ടും നിങ്ങളെ അതിൽ പങ്കാളികളാക്കിക്കൊണ്ടും ഒക്കെയാണ്, നിങ്ങളോട് കൂടിയാലോചന ചെയ്തുകൊണ്ടും ഒക്കെയാണ് ഞാൻ തീരുമാനമെടുക്കാറുള്ളത്. അങ്ങനെ ചെയ്യാതെ, കൂടിയാലോചന ഇല്ലാതെ ഞാനൊന്നും തീരുമാനിക്കാറില്ല. ഇതാണ് സഭയിലെ രാജ്ഞി അവരുടെ പ്രഭുക്കന്മാരുടെ സഭയോട് അല്ലെങ്കിൽ കൂടിയാലോചനാ സമിതിയിലെ പ്രമാണിമാരായ ആളുകളോടായിട്ട് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഈ ആയത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് സഭ രാജ്ഞിയെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. ഈ വിഷയത്തിൽ അവരെടുക്കുന്ന നിലപാടുകളും അതിന്റെ സ്വഭാവവും ഒക്കെ എന്തൊക്കെയാണ് എന്നത് ഈ ഒരു പ്രസ്താവനയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സഭ രാജ്ഞി തുടർന്നുള്ള ഈ മലന്റെ വെളിപ്പെടുത്തൽ കൂടി വ്യക്തമാകുന്നത് വളരെ ശക്തമായ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യത്തിന്റെ അധിപയാണ്.
ഭരണാധികാരിയാണ്, അവര് രാജ്ഞിയാണ്. പക്ഷെ ഒരിക്കലും തന്നെ സ്വേച്ഛാധിപത്യം അടിച്ചേൽപ്പിക്കുന്ന, തന്റെ സ്വന്തം ഇച്ഛകളെയും താല്പര്യങ്ങളെയും അഭിപ്രായങ്ങളെയും മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു സ്വഭാവക്കാരിയല്ല. കാര്യങ്ങൾ ഏറ്റവും നല്ല നിലക്ക് നിർവഹിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന, അതിൽ അബദ്ധങ്ങൾ കയറിക്കൂടാതിരിക്കാൻ വേണ്ടി കൂടെയുള്ള ആളുകളുമായി കൂടിയാലോചന ചെയ്തുകൊണ്ട് മാത്രം ഒരു തീരുമാനത്തിലേക്ക് എത്തുന്ന, വളരെ നല്ല നിലപാട് സ്വീകരിക്കുന്ന ഒരു ഭരണാധികാരിയാണ് ഈ സഭയിലെ രാജ്ഞി എന്നത് നാട്ടിലെ പ്രമാണിമാരെയും നാട്ടുമുഖ്യന്മാരെയും ഒക്കെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവര് നടത്തിയിട്ടുള്ള ഈ സംസാരം നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. അപ്പോ ഖാലത്ത് യാ അയ്യുഹൽ മല, പ്രമാണിമാരെ, പ്രമുഖന്മാരെ, അഫ്തൂനി ഫി അംരി, ഞാനിപ്പോ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിഷയത്തിൽ നിങ്ങൾ എനിക്ക് ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകണം. മാ കുന്തു ഖാത്തിയതൻ അംറ, ഒരു കാര്യവും ഞാൻ അങ്ങനെ അറുത്തു മുറിച്ചൊരു തീരുമാനത്തിലേക്ക് പോകാറില്ല. ഒരു കാര്യത്തിലും ഞാനൊരു തീരുമാനം, ഒരു ആലോചനയില്ലാത്ത വിധത്തിലുള്ള ഒരു തീരുമാനം എടുക്കാറില്ല. ഹത്താ തശ്ഹദൂൻ, നിങ്ങൾ ആ കാര്യത്തെ, ആ തീരുമാനത്തെ അല്ലെങ്കിൽ ആ വിഷയത്തിൽ നിങ്ങൾ നിലപാടുകൾ അറിയിച്ചുകൊണ്ടല്ലാതെ, നിങ്ങൾ അത് എൻഡോഴ്സ് ചെയ്തുകൊണ്ടല്ലാതെ ഒരു കാര്യവും ഞാൻ തീരുമാനിക്കാറില്ല. നിങ്ങളുമായി കൂടിയാലോചന ചെയ്തുകൊണ്ട്, നിങ്ങൾ അതിന് സാക്ഷികളായിക്കൊണ്ട്, നിങ്ങൾ അതിൽ ഇൻവോൾവ് ആയിക്കൊണ്ട് മാത്രമേ ഞാൻ ഏത് വിഷയത്തിലും ഒരു അന്തിമമായ തീരുമാനത്തിലേക്ക് എത്താറുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാടും അഭിപ്രായവും, നിങ്ങൾ എനിക്ക് നൽകുന്ന ഉപദേശവും ഒക്കെ എനിക്ക് നൽകണം. ഞാൻ ആ ആവശ്യമാണ് നിങ്ങളോട് ഉന്നയിക്കുന്നത്. ഇതാണ് സഭയിലെ രാജ്ഞി തന്റെ സഭയിലെ പ്രമാണിമാരോടായിട്ട് പറയുന്നത്, കൂടിയാലോചനാ സമിതിയിലെ ആളുകളോട് പറയുന്നത്. അപ്പോ കാലു മല, ആ പ്രമാണിമാര്, പ്രമുഖന്മാര് അല്ലെങ്കിൽ കൂടിയാലോചനാ സമിതിയിലെ അംഗങ്ങൾ പറഞ്ഞു, നഹ്നു ഉലു ഖുവ്വത്തിൻ വ ഉലു ബഅസിൻ, നമ്മള് നല്ല പ്രബലന്മാരായ ആളുകളാണ്, അതുപോലെ പരാക്രമികളുമാണ്. ഉലു ഖുവ്വത്തിൻ എന്ന് പറഞ്ഞാൽ നല്ല ശേഷിയുള്ള, ശക്തിയുള്ള, ശാരീരികമായി തന്നെ കരുത്തുള്ള ആളുകളാണ്, സൈനിക ബലമുണ്ട്. അതുപോലെ ഉലു ബഅസിൻ, നല്ല പ്രതിരോധത്തിന് കഴിയുന്ന സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും ഒക്കെ ഉള്ളവരാണ്. നമ്മുടെ സൈന്യം വളരെ സുസജ്ജമാണ്. അതുപോലെ നമുക്ക് വേണ്ട പടക്കോപ്പുകളും അതുപോലെയുള്ള സംഗതികളൊക്കെ ഉണ്ട്. നമ്മൾ വെൽ എക്യുപ്ഡ് ആണ് ഒരു സൈന്യം എന്നുള്ള നിലക്ക്. അതുപോലെ ഒരു രാഷ്ട്രത്തിന്റെ പ്രതിരോധ സംവിധാനം എന്നുള്ള നിലക്കൊക്കെ നമ്മൾ എല്ലാ നിലക്കും സജ്ജമായ ഒരവസ്ഥയാണ് നമുക്കുള്ളത്. നഹ്നു ഉലു ഖുവ്വത്തിൻ വ ഉലു ബഅസിൻ, നമ്മൾ ദുർബലരല്ല, അല്ലെങ്കിൽ സൈനിക സജ്ജീകരണമോ പ്രതിരോധ ശേഷിയോ ഒന്നും ഇല്ലാത്ത കൂട്ടരല്ല. നമ്മളെല്ലാ നിലക്കും യോഗ്യരാണ്, സജ്ജരാണ്. അപ്പോ ഉലു ഖുവ്വത്തിൻ വ ഉലു ബഅസിൻ ശദീദ്, വളരെ ശക്തമായ പ്രതിരോധ സംവിധാനങ്ങൾ നമുക്കുണ്ട്. അതുപോലെ നല്ല സൈനിക ശേഷിയും ബലവും ഒക്കെ ഉണ്ട്. നമ്മൾ അതിനൊക്കെ യോഗ്യരാണ്, കഴിവുള്ളവരാണ്. ഇതാണ് ഒരു വസ്തുത. ഇത് സംബന്ധമായിട്ട് പ്രമാണിമാര് അവരുടെ പ്രതികരണത്തിൽ പറയുന്നത്. എന്നാൽ വൽ അംറു ഇലൈക്കി, കാര്യം താങ്കൾ തന്നെ തീരുമാനിക്കും. സന്തൂരി മാതാത്ത മുരീൻ, എന്ത് കൽപ്പനയാണ് ഇത് സംബന്ധമായിട്ട് താങ്കൾ നമുക്ക് നൽകാനിരിക്കുന്നത് എന്ന കാര്യം താങ്കൾ തന്നെ വേണ്ട വിധം ആലോചിച്ചിട്ട് ഒരു തീരുമാനമെടുക്കും. ഇതാണ് സഭയിലെ പ്രമാണിമാര് പറയുന്നത്. സുലൈമാനെയും സൈന്യത്തെയും നേരിടാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രയാസമില്ല. നമുക്ക് സൈന്യമുണ്ട്, സജ്ജീകരണങ്ങളുണ്ട്, ആയുധശേഷിയുണ്ട്, നല്ല കരുത്തന്മാരായ പടയാളികളുണ്ട്, എല്ലാം സജ്ജമാണ്. പക്ഷെ തീരുമാനം, അതിൽ ശരിയായ നിലപാട് എന്താണ്, ശരിയായ നയം എന്താണ് എന്നത് സംബന്ധമായ
ഒരു തീരുമാനം താങ്കൾ തന്നെ എടുക്കൂ. ഫന്ദുരി മാതാത്ത മുരിയിൽ, എന്ത് കൽപ്പനയാണ് പുറപ്പെടുവിക്കേണ്ടത് എന്ന കാര്യത്തില് താങ്കൾ തന്നെ ഒരു ആലോചന നടത്തൂ എന്നാണ് ഇവിടെ ബൽഖീസ് രാജ്ഞിയോടായിട്ട് സഭയിലെ ആളുകൾ പറയുന്നത്. ഖാലു നഹ്നു ഉലു ഖുവ്വത്തിൻ വ ഉലു ബഅ്സിൻ ശദീദ് വൽ അംറു ഇലൈകി, വൽ അംറു ഇലൈകി, കാര്യം താങ്കളുടെ അടുക്കലേക്ക് തന്നെയാണ് എത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതിലൊരു തീരുമാനം താങ്കൾ തന്നെ എടുക്കണം. ഫന്ദുരി മാതാത്ത മുരിയിൽ, അത് താങ്കളൊന്ന് ആലോചിച്ചു നോക്കൂ, എന്താണ് കൽപ്പനയായിട്ട് പുറപ്പെടുവിക്കേണ്ടത് എന്നത്. ഇതാണ് കൂടിയാലോചനാ സമിതിയിലെ പ്രമാണിമാര്, പ്രമുഖന്മാര്, അല്ലെങ്കിൽ ആ പ്രമുഖരായ ആളുകൾ രാജ്ഞിയോടായിട്ട് പറയുന്നത്. ഖാലത്ത്, അപ്പോ ബൽഖീസ് രാജ്ഞി അവരുടെ അഭിപ്രായ പ്രകടനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഉള്ള ഒരു പ്രതികരണമാണ് നൽകുന്നത്. സൈന്യം സജ്ജമാണ്, ആയുധശേഷിയൊക്കെ ഉണ്ട്, വളരെ പ്രബലമായ അവസ്ഥ തന്നെയാണ് സഭയിലെ സമൂഹത്തിനുള്ളത്. അതുകൊണ്ട് സുലൈമാൻ ഒരു ഭീഷണി ആയിട്ട് വരട്ടുകയാണ് എങ്കിൽ അതിനെ നേരിടാൻ എന്തുകൊണ്ടും നമുക്ക് പ്രാപ്തിയുണ്ട്, കഴിയും, നമ്മൾ അതിന് സജ്ജമാണ് എന്നാണ് കൂടിയാലോചനാ സമിതിയിലെ ആളുകൾ അറിയിക്കുകയുണ്ടായത്. അപ്പോ ഏറ്റുമുട്ടേണ്ടി വരികയാണെങ്കിൽ ഞങ്ങൾ അതിന് സജ്ജമാണ്, സന്നദ്ധരാണ്. പക്ഷെ ഏറ്റുമുട്ടേണ്ടതുണ്ടോ, തിരിച്ചടിക്കണോ, പ്രതിരോധം ഏർപ്പെടുത്തണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ഒരു വേണ്ട ആലോചന നടത്തിയിട്ട് ഒരു തീരുമാനം രാജ്ഞി തന്നെ സ്വീകരിക്കണം എന്നാണ് അവര് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ബാക്കി വശങ്ങൾ, ഇത്തരം പ്രശ്നങ്ങളുടെ, ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ന്യായമായിട്ടും പരിഗണനക്ക് വരേണ്ട വേറെയും ചില വിഷയങ്ങളുണ്ട്. സൈന്യം സജ്ജമാണ്, ആയുധങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ ശക്തരാണ്, തിരിച്ചടിക്കാനൊക്കെ നമുക്ക് വേണ്ട വിധം കഴിയും എന്നതൊക്കെ ഒരു വസ്തുത തന്നെ, അത് പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും ഒരു ഏറ്റുമുട്ടലിലേക്ക് ഇപ്പോൾ പോകേണ്ടതുണ്ടോ ഇല്ലേ എന്നതാണ് ഒരു ഭരണാധികാരി എന്നുള്ള നിലക്ക്, ജനങ്ങളുടെ ക്ഷേമത്തിൽ കൂടി താല്പര്യം കാണിക്കുന്ന ഒരു രാജ്ഞി എന്നുള്ള നിലക്ക് ഇവിടെ ബൽഖീസ് രാജ്ഞി ആലോചിക്കുന്നതും അത് സംബന്ധമായി അഭിപ്രായം പ്രകടിപ്പിക്കുന്നതും നമുക്കിവിടെ കാണാൻ കഴിയുന്ന തുടർന്നുള്ള ആയത്തുകളിൽ അങ്ങനെയാണ്. ഖാലത്ത്, രാജ്ഞി പറഞ്ഞു, സഭയിലെ രാജ്ഞി അവരോടായിട്ട് പറയുകയാണ്, ഇന്നൽ മുലൂക്ക, രാജാക്കന്മാര് ഇദാ ദഖലു ഖറിയതൻ, ഒരു നാട്ടിൽ പ്രവേശിച്ചാൽ, സൈനിക സന്നാഹങ്ങളുമായിട്ട് രാജാക്കന്മാർ ഒരു നാട്ടിലേക്ക് കടന്നു വന്നാൽ, അഫ്സദൂഹ, അവരാ നാടിനെ നശിപ്പിച്ചു കളയും, നാടിനെ കുട്ടിച്ചോറാക്കും. അഫ്സദൂഹ വജഅലു അഇസ്സത അഹ്ലിഹ അദില്ലത, അവിടുത്തെ നല്ല അവസ്ഥയിൽ കഴിഞ്ഞിരുന്ന, പ്രതാപത്തോടു കൂടി കഴിഞ്ഞിരുന്ന ആളുകളെ, അങ്ങനെയുള്ള പൗരന്മാരെ അവര് നിന്ദിതരാക്കും. നമ്മൾ ഇതിന് ധാരാളം ഉദാഹരണങ്ങൾ, സാമ്രാജ്യത്വ മോഹികളുടെ പടനീക്കങ്ങളുടെ ഫലമായിട്ട് എത്രയോ നാടുകൾ നമ്മുടെ കൺമുന്നിൽ ഈ വിധത്തില് നാശമാക്കപ്പെട്ടതും വളരെ സമാധാനപരമായി ജീവിച്ചിരുന്ന എത്രയോ കുടുംബങ്ങളെ അവര് തകിടം മറിച്ച് കളഞ്ഞതും, അവരെ ഏറ്റവും വലിയ പ്രതാപത്തിലൊക്കെ ആയി കഴിഞ്ഞിരുന്ന ആളുകളെ തെരുവിൽ അലയുന്ന, വല്ലാത്ത നിന്ദ്യതയില് യാചനയിലേക്ക് പോകുന്ന അവസ്ഥയിലേക്കൊക്കെ തള്ളിവിട്ട ധാരാളം അനുഭവങ്ങൾ നമ്മുടെ കൺമുന്നിലുണ്ട്. സമീപകാലത്ത് തന്നെ മധ്യ പൗരസ്ത്യ ഭൂപ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ, ഇറാഖിലും അതുപോലെ ലിബിയയിലും ഫലസ്തീനിലും ഒക്കെ, ഈജിപ്തിലും ഒക്കെ തന്നെ സമീപകാലത്ത്, അഫ്ഗാനിസ്ഥാനില്, അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ ഇത്തരം സംഭവ വികാസങ്ങൾ ധാരാളം ഉണ്ടായതായിട്ട് നമുക്കറിയാം. അപ്പോ ചരിത്രത്തിൽ നിന്ന് അല്ലെങ്കിൽ ഭരണാധികാരികളുടെ നടപടികളുടെ രീതികളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് ഇവിടെ സഭരാജ്ഞി നടത്തുന്നത്. ഇന്നൽ മുലൂക്ക, രാജാക്കന്മാര് ഇദാ ദഖലു ഖറിയതൻ, അവരൊരു നാട്ടിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ, അവരുടെ സൈനിക സന്നാഹങ്ങളൊക്കെ ആയിട്ട് അവരൊരു പടയോട്ടം നടത്തി ഒരു നാട് കീഴ്പ്പെടുത്തി കളഞ്ഞാൽ,
അവരെന്താ ചെയ്യുക? അഫ്സദൂഹ, ആ നാടിനെ അങ്ങ് നശിപ്പിച്ചു കളയും. അവിടെ ഉള്ള പല വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും ചെയ്തു വെച്ചതൊക്കെ ഉണ്ടാവും, അതൊക്കെ തകർത്തെറിയും. അതുപോലെ അവിടുത്തെ പ്രതാപത്തോടു കൂടി ജീവിച്ചിരുന്ന ആ നാട്ടിലെ ആളുകളെ അവര് നിന്ദ്യന്മാരാക്കി മാറ്റും. കാരണം ഈ കീഴടക്കപ്പെടുന്ന സമൂഹത്തോട് യാതൊരു ഗുണകാംക്ഷയും കാണിക്കാതെ അവരെ അടിച്ചൊതുക്കുകയും പിന്നീട് ഒരിക്കൽ പോലും തല പൊക്കാൻ കഴിയാത്ത വിധത്തിലാക്കി മാറ്റുകയോ ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് രാജാക്കന്മാരുടെ നടപടി. സാമ്രാജ്യത്വ മോഹികള് എപ്പോഴും അവരുടെ സ്വച്ഛ താല്പര്യങ്ങളുടെ പുറകെയാണ് ഉണ്ടാവാറുള്ളത്. അവർ കീഴടക്കിയ നാട്ടിലെ ആളുകളുടെ വരുന്ന ആളുകളിൽ അവരെങ്ങനെ ജീവിക്കണം, അവരുടെ ജീവിത സാഹചര്യങ്ങൾ എങ്ങനെ ഉണ്ടാവണം എന്നതിനെ കുറിച്ചൊന്നുള്ള ഗുണകാംക്ഷപരമായിട്ടുള്ള യാതൊരു ആലോചനയും സാധാരണഗതിയിൽ രാജാക്കന്മാർക്ക് ഉണ്ടാവാറില്ല. സുലൈമാൻ അലൈഹി ഇസ്ലാമിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. പൊതുവെ രാജാക്കന്മാർ അങ്ങനെയാണ്. ഒരു നാട്ടിലേക്ക് അവര് കടന്നു കയറി ചെന്നാൽ ആ നാടിനെ അങ്ങ് നാശാക്കി കളയും. അവിടുത്തെ വലിയ പ്രതാപത്തിലും എഴുത്തത്തിലും ഒക്കെ കഴിഞ്ഞിരുന്ന ആളുകളെ അവര് വലിയ അതില്ലത്തിന്റെ ആളുകളായിട്ട്, നിന്ദ്യതയുടെ ആളുകളായിട്ട്, വല്ലാത്ത ദൈന്യതയുടെ അവസ്ഥയിലേക്ക് അവരെ തള്ളിവിടും. അവിടുത്തെ റോഡുകൾ തകർക്കപ്പെടും, പാലങ്ങൾ നശിപ്പിക്കപ്പെടും, വികസന പ്രവർത്തനങ്ങളൊക്കെ തകർത്തെറിയും. അതുപോലെ രാജ്യത്തിന് ഇപ്പൊ നമ്മുടെ കാലഘട്ടത്തിലൊക്കെ ആണെങ്കിൽ വൈദ്യുതി, യാത്രാ സംവിധാനങ്ങൾ ഇതൊക്കെ താറുമാറായി ജനജീവിതം അങ്ങേയറ്റം ദുസ്സഹമാവുന്ന രീതിയിലാണ് ആ നാടിനെ അവർ കൈകാര്യം ചെയ്യുക. പിന്നീട് അവിടെ ജീവിതം സാധ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി വരണമെങ്കിൽ ഒരു പക്ഷേ ദശകങ്ങളോ അല്ലെങ്കിൽ ശതകങ്ങളോ ഒക്കെ തന്നെ പിന്നിടേണ്ടി വരും. ആ വിധത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായി വന്നാലേ പിന്നെ അവിടെ സാധാരണഗതിയിലുള്ള അല്ലെങ്കിൽ ക്ഷേമകരമായ ഒരു ജീവിത സാഹചര്യം അവിടെ പുനഃസ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ. രാജാക്കന്മാരുടെ പടയോട്ടങ്ങൾ നടന്ന അല്ലെങ്കിൽ ഭരണാധികാരികളുടെയും അതുപോലെ സൈനിക നേതൃത്വത്തിന്റെയൊക്കെ പടയോട്ടം ഉണ്ടായിട്ടുള്ള നാടുകളിൽ കാണാൻ കഴിയുന്ന അവശേഷിക്കുന്ന ചിത്രം അങ്ങനെയുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ വളരെ ആലോചനയില്ലാതെ എളുപ്പത്തിൽ അങ്ങ് യുദ്ധത്തിലേക്ക് എടുത്ത് ചാടരുത് എന്നതാണ് ബൽഖീസ് രാജ്ഞിയെ ഉൾക്കൊള്ളുന്ന ഒരു പാഠം. അതാണ് അവര് ഇവിടെ പങ്കുവെക്കുന്നത്. ഇന്നൽ മുലൂക ഇദാ ദഖലൂ ഖറിയതൻ അഫ്സദൂഹ വജഅലൂ അഇസ്സത അഹ്ലിഹ അദില്ലതൻ. ഒരു ഭരണാധികാരി എന്നുള്ള നിലക്ക് അവരുടെ സൂര്യാരാധനയും കാര്യമൊക്കെ അവിടെ ഇരിക്കട്ടെ. പക്ഷെ ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ഈ ഭരണാധികാരി എത്രത്തോളം ജനക്ഷേമത്തിൽ താല്പര്യമുള്ള ആളായിരുന്നു, എത്ര കരുതലും ജാഗ്രതയും ഒക്കെ ഒരു ഭരണാധികാരി എന്നുള്ള നിലക്ക് അവർ കാത്തു സൂക്ഷിക്കുന്നുണ്ടായിരുന്നു എന്നത് ഈ ആയത്ത് വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പൊ കദാലിക യഫ്അലൂൻ എന്നിട്ട് വീണ്ടും പറയുന്നത് അങ്ങനെ തന്നെയാണ് അവർ ചെയ്യുക എന്നാണ്. അപ്പൊ കദാലിക യഫ്അലൂൻ, ഞാൻ ഈ പറഞ്ഞെന്ന് പറയത്തക്ക മാറ്റമൊന്നും ഉണ്ടാവില്ല. ഭരണാധികാരികള്, ചക്രവർത്തിമാര്, രാജാക്കന്മാരും ഒക്കെ ഒരു നാട്ടിലേക്ക് സൈനിക അകമ്പടിയോടുകൂടി കടന്നു കയറി വന്നു കഴിഞ്ഞാൽ ആ നാടങ്ങ് കുട്ടിച്ചോറാക്കി കളയും, നാശാക്കി കളയും ആ നാടിനെ. അവിടെയുള്ള പ്രതാപത്തോടു കൂടി ജീവിച്ചിരുന്ന ആളുകളൊക്കെ നിന്ദ്യന്മാരാക്കപ്പെടും. ഇതാണ് സംഭവിക്കാറുള്ളത്. അതിലൊരു സംശയവും വേണ്ട. ഇപ്പൊ കദാലിക യഫ്അലൂൻ, അങ്ങനെ തന്നെയാണ് രാജാക്കന്മാര് ചെയ്യാറുള്ളത്. ഇപ്പൊ കദാലിക, ഈ വിധം തന്നെ യഫ്അലൂൻ അവർ ചെയ്യുന്നു. ഒരുപക്ഷെ ബൽഖീസ് രാജ്ഞിയുടെ തന്നെ വാക്കുകളാകാം ഇത്. അതല്ലെങ്കിൽ ബൽഖീസ് രാജ്ഞിയുടെ മുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള അഭിപ്രായത്തിനെ എൻഡോസ് ചെയ്തുകൊണ്ട് അള്ളാഹു നടത്തുന്ന ഒരു നിരീക്ഷണവുമാകാം. രണ്ടിനും സാധ്യതയുള്ള ഒരു വാചക ഘടനയാണ് ഈ ഭാഗത്തിനുള്ളത്. വകദാലിക യഫ്അലൂൻ. എന്നിട്ട് തുടർന്ന് ബൽഖീസ് രാജ്ഞി വീണ്ടും പറയുന്നത് ഇന്നി മുർസിലത്തുൻ ഇലൈഹിം, ഞാൻ ഏതായാലും ബിഹദിയത്തിൻ, അവരിലേക്ക് ഒരു സമ്മാനം കൊടുത്തയച്ചു നോക്കട്ടെ. അവർക്കായിട്ട് ഒരു കാഴ്ച കൊടുത്തയച്ച് എന്താണ് അവരുടെ പ്രതികരണം എന്നൊന്ന് നോക്കട്ടെ. ഏത് വിധത്തിലുള്ള ആളുകളാണ് ഇവര്? സുലൈമാനും അദ്ദേഹത്തോടൊപ്പമുള്ള സൈന്യവും ഒക്കെ അവര് എന്ത് സ്വഭാവക്കാരാണ് എന്നത് മനസ്സിലാക്കാൻ വേണ്ടി
ഞാൻ അവർക്കൊരു പാരിതോഷികമോ ഒരു സമ്മാനമോ ഒരു കാഴ്ചയോ ഒക്കെ കൊടുത്തയച്ചു നോക്കട്ടെ എന്നാണ് ബൽഖീസ് രാജ്ഞി പറയുന്നത്. വൈന്നീ മുർസിലത്തുൻ ഇലൈഹിം ബി ഹദിയത്ത്, ഞാൻ അവർക്കൊരു ഹദിയ കൊടുത്തയച്ചു നോക്കട്ടെ. ഫനാദിറത്തുൻ, എന്നിട്ട് ബിമ യർജുൽ മുർസലൂൻ, ദൂതന്മാരെ എങ്ങനെയാണ് അവർ മടക്കി അയക്കുന്നത് എന്നത് ഞാനൊന്ന് നിരീക്ഷിക്കട്ടെ. അപ്പൊ എനിക്കൊരു ധാരണ കിട്ടും സുലൈമാനും കൂട്ടരും ഏത് വിധത്തിലുള്ളവരാണ്. ഇങ്ങനെ മുകളിൽ പറയപ്പെട്ട പോലെ ഒരു നാട്ടിലേക്ക് കടന്നു വന്നാൽ ആ നാടിനെ നാശമാക്കി കളയുന്ന, അവിടെയുള്ള പ്രതാപികളായ ആളുകളെ നിന്ദ്യന്മാരാക്കി മാറ്റുന്ന തരത്തിലുള്ള രാജാക്കന്മാരുടെ കൂട്ടത്തില് ഒരാളാണോ സുലൈമാൻ? അതല്ല. ഗുണകാംക്ഷയോടുകൂടി മനുഷ്യ സമൂഹത്തോട് ഇടപഴകുന്ന ഒരു ദിശാബോധവും സന്മാർഗബോധവും ഉള്ള ഒരു ഭരണാധികാരിയാണോ എന്ന കാര്യം ഞാനൊന്ന് പഠിച്ചു നോക്കട്ടെ. അതിനായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് സുലൈമാനായിട്ട് വലിയൊരു ഹദിയ കൊടുത്തയക്കുക എന്നുള്ളതാണ്. ഒരു വലിയ സമ്മാനം, ഒരു പാരിതോഷികം, അല്ലെങ്കിൽ ഒരു കാഴ്ച, തിരുമുൽ കാഴ്ച എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ രാജാക്കന്മാർക്ക് വലിയൊരു പ്രസന്റേഷൻ ഞാനൊന്ന് കൊടുത്തയച്ചു നോക്കട്ടെ. ഫനാദിറത്തുൻ ബിമ യർജിഉൽ മുർസലൂൻ, അങ്ങനെ ഞാൻ പറഞ്ഞയക്കുന്ന മുർസലുകൾ, എന്റെ ദൂതന്മാരെ എങ്ങനെയാണ് അവർ മടക്കി അയക്കുന്നത് എന്നത് ഞാനൊന്ന് പഠിച്ചു നോക്കട്ടെ. അപ്പൊ രാജാക്കന്മാര് അല്ലെ രാജ്ഞിമാര് അധികാരികൾക്ക് അങ്ങനെയുള്ള സന്ദേശവുമായിട്ടോ സമ്മാനങ്ങളുമായിട്ടോ ഒക്കെ ദൂതന്മാരെ അയക്കുമ്പോ ഈ ദൂതന്മാരോട് എങ്ങനെയാണ് ആർക്കാണോ അത് കൊടുത്തയച്ചിട്ടുള്ള ആ രാജാക്കന്മാരും അധികാരികളും ഒക്കെ പ്രതികരിക്കുന്നത് എന്നത് വിലയിരുത്തിയാൽ ഏകദേശം ഒരു ചിത്രം മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഈ ദൂതന്മാര് സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ കൊട്ടാരത്തിലേക്കാണ് ചെല്ലാനിരിക്കുന്നത്. അവിടെ ചെല്ലുകയും അദ്ദേഹത്തോട് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നല്ലൊരു ധാരണ കിട്ടും ഏതു വിധത്തിലുള്ള ഒരാളാണ് സുലൈമാൻ, അയാളുടെ നിലപാട് എന്താണ്, മനസ്സിലിരിപ്പ് എന്താണ്, അയാൾ ലക്ഷ്യമിടുന്നത് എന്താണ് എന്നതിനെ കുറിച്ചൊക്കെ നല്ലൊരു ധാരണ ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ സുലൈമാന് കുറച്ച് പാരിതോഷികങ്ങളുമായിട്ട്, കുറച്ച് തിരുമുൽ കാഴ്ചകളും സമ്മാനങ്ങളും ഒക്കെ ആയിട്ട് എന്റെ കുറച്ച് ദൂതന്മാരെ അങ്ങോട്ടൊന്ന് അയച്ചു നോക്കട്ടെ. എങ്ങനെയാണ് ആ ദൂതന്മാര് കൈകാര്യം ചെയ്യപ്പെടുന്നത്, ഏത് വിധത്തിലാണ് അവർ സ്വീകരിക്കപ്പെടുന്നതും തിരിച്ചയക്കപ്പെടുന്നതും എന്നതൊക്കെ ഞാനൊന്ന് നിരീക്ഷിച്ചു നോക്കട്ടെ എന്നാണ് ഇവിടെ ബൽഖീസ് രാജ്ഞി തന്റെ പൗരമുഖ്യന്മാരായ ആളുകൾ അടങ്ങിയ സഭയോട് പറയുന്നത്. ബൽഖീസ് രാജ്ഞിയെ ഒരു ഭരണാധികാരി എന്നുള്ള നിലക്കും ഒരു വ്യക്തി എന്നുള്ള നിലക്കും വളരെയേറെ സൂക്ഷ്മമായി മനസ്സിലാക്കാൻ നമുക്ക് ഉപകരിക്കുന്ന ചില സംസാരങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഒരു ഭരണാധികാരി തന്റെ പ്രജകളുടെ കാര്യത്തിൽ എത്ര ജനക്ഷേമ താല്പര്യമുള്ള ആളായിരിക്കണം എന്നതും, എത്ര കരുതലും ജാഗ്രതയും ശ്രദ്ധയും പക്വതയും ഒരു ഭരണാധികാരിക്ക് ആവശ്യമാണ്. ഇല്ലെങ്കിൽ ആ സമൂഹം ഒന്നടങ്കം തന്നെ വലിയ പ്രതിസന്ധികളിലേക്കും പ്രശ്നങ്ങളിലേക്കും എടുത്തെറിയപ്പെടും എന്നത് നമുക്കറിയാം. ഒരു രാജ്യത്തിന്റെ അധിപനായിട്ട് തലക്ക് വെളിവുള്ള ഒരാളാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഗുണം ആ നാട്ടുകാർക്ക് ഉണ്ടാവും. നാട്ടുകാർക്ക് മാത്രമല്ല, അയൽ രാജ്യങ്ങൾക്കും ലോകത്തിനും ഒക്കെ തന്നെ ഉണ്ടാവും. സമീപകാലത്ത് ചില അധികാര മാറ്റങ്ങളൊക്കെ നടന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ലോകത്തെ നിർണായകമായ ശക്തികളായി പരിഗണിക്കപ്പെടുന്ന രാജ്യങ്ങളെ നയിക്കുന്നത് ഇപ്പോ ആരാണ് എന്നത് നിരീക്ഷിക്കുമ്പോൾ എത്രത്തോളം ലോകത്ത് സമാധാനം നിലനിൽക്കാനും അതുപോലെ വികസനവും ജനക്ഷേമവും ഒക്കെ പരിഗണനയായി മാറാനും ഒക്കെ സാധ്യതയുണ്ട് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സമീപകാലത്തെ ചില അധികാര മാറ്റങ്ങൾ അതൊക്കെ നമുക്ക് നൽകുന്ന വലിയ സൂചനകൾ നൽകുന്നുണ്ട്. ഇപ്പൊ ഞാൻ സൂചിപ്പിച്ചു വന്നത്, ഇവിടെ രണ്ട് ഭരണാധികാരികളാണ് പഠന വിധേയമാക്കപ്പെടുന്നത്. ഒന്ന് സുലൈമാൻ അലൈഹി ഇസ്ലാം, മറ്റൊന്ന് സബയിലെ രാജ്ഞി. രണ്ടുപേരെയും നമുക്ക് സൂക്ഷ്മമായിട്ട് ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠന വിധേയമാക്കുന്ന വളരെ ഉപകാരപ്രദമായിരിക്കും. ഈ വിവരണം ഇവിടെ അവസാനിക്കുന്നില്ല. ഇതിന്റെ വിശദാംശങ്ങൾ തുടർന്നുള്ള ആയത്തുകളിൽ വരുന്നുണ്ട്. നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ ആ ആയത്തുകൾ പഠന വിധേയമാക്കുമ്പോൾ
മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ശ്രമിക്കാം എന്ന് സൂചിപ്പിക്കുകയാണ്. നമ്മുടെ ശേഷിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നോ രണ്ടോ പരിഗണിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. ചോദ്യം ചിന്മയ തന്നെ ഉന്നയിച്ചതാണ്. അള്ളാഹുവിന് ഈ സൈന്യങ്ങളും യുദ്ധവും ഒന്നുമില്ലാതെ തന്റെ വിവിധങ്ങളായ ശക്തികൾ ഉപയോഗിച്ച് ലോകത്തെ അധർമ്മങ്ങളെ ഇല്ലാതാക്കിക്കൂടെ എന്നാണ് ചോദ്യം. നല്ല വളരെ ആത്മാർത്ഥതയോടുകൂടിയൊക്കെ ചോദിച്ച ഒരു കാര്യമായിട്ട് പ്രത്യക്ഷത്തിൽ തോന്നാം. ഇതില് ജീവിതം ഏത് വിധത്തിലാണ് അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നത് എന്ന കാര്യം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം വരുന്നത്. ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല എന്നാണ് വിശുദ്ധ ഖുർആനിൽ ഒരിടത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മരണത്തെയും ജീവിതത്തെയും അവൻ സംവിധാനിച്ചിരിക്കുന്നത് നിങ്ങളിൽ ആര് സുഹൃതം ചെയ്യുന്നവരായിട്ട് മുന്നേറും എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പൊ ജീവിതം നൽകപ്പെട്ടിരിക്കുന്നത് എല്ലാവരും വളരെ സുഭിക്ഷമായി സമാധാനത്തില് സന്തോഷത്തില് വളരെ നല്ല ബന്ധങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ ജീവിക്കുക, എന്നിട്ട് ദീർഘകാലം അങ്ങനെ പോവുക എന്നുള്ള ഒരു കാര്യത്തില് എന്നുള്ള ഒരു സംഗതി ഉദ്ദേശിച്ചുകൊണ്ടാണോ? അതല്ല, മനുഷ്യരുടെ കൂട്ടത്തില് സ്വതന്ത്രമായ അവസ്ഥ നൽകപ്പെട്ടു കഴിഞ്ഞാൽ ആര് ആ അവസ്ഥ ആ സാഹചര്യത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നന്മ ചെയ്യുന്നു, ആര് അതിന് കൂട്ടാക്കാതെ തിന്മയുടെ ആളുകളായി മാറുന്നു എന്നത് പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് എന്നതാണ് ഈ രണ്ട് സംഗതികൾ വീക്ഷണങ്ങളിലുള്ള വ്യത്യാസം. അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. മനുഷ്യ ജീവിതം അത് അവന്റെ ജനനവും മരണവും ഒക്കെ സംവിധാനിക്കപ്പെട്ടിരിക്കുന്നത് അവനെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പൊ ഇങ്ങനത്തെ പ്രതിസന്ധികൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് മനുഷ്യനെ പരീക്ഷിക്കുമ്പോൾ അതിന് രണ്ട് സാധ്യതകളുണ്ട്. അപ്പോ ഈ സൈന്യങ്ങളും യുദ്ധവും ഒന്നുമില്ലാതെ തന്റെ പ്രാപഞ്ചിക ശക്തികൾ ഉപയോഗിച്ചുകൊണ്ട് ലോകത്തെ അധർമ്മങ്ങൾ ഇല്ലാതാക്കിക്കൂടെ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ അള്ളാഹു ഇതിലൊക്കെ നേരിട്ട് ഇടപെട്ടുകൊണ്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഇവിടെ ഒരു പരീക്ഷണം അവശേഷിക്കുന്നില്ല. മനുഷ്യന് ഇങ്ങനെ വിശിഷ്ടമായ സാധ്യതകളുള്ള ഒരു ജീവിത സാഹചര്യം നൽകപ്പെടേണ്ടതുമില്ല. അതിനെ തുടർന്ന് സ്വർഗനരകങ്ങള് രക്ഷയും അല്ലെങ്കിൽ സമ്മാനമായിട്ടും പ്രതിഫലമായിട്ട് സ്വർഗവും ശിക്ഷയായിട്ട് നരകവും ഒന്നും നൽകപ്പെടേണ്ട കാര്യമില്ല. അപ്പൊ ജീവിതം തന്നെ വളരെ അപ്രസക്തമായി മാറുകയാണ്. മനുഷ്യനെ അങ്ങനെ സൃഷ്ടിക്കേണ്ടതുമില്ല. ഇങ്ങനെ ഒരു ഭൂമുഖത്ത് ഇങ്ങനെ ഒരു ലോകത്ത് അവരെ അധിവസിപ്പിക്കേണ്ട കാര്യമൊന്നും ഉണ്ടാകുന്നില്ല. മനുഷ്യര് ജീവജാലങ്ങളുടെയോ അള്ളാഹുവിന്റെ വേറെ സൃഷ്ടിജാലങ്ങളുടെയോ ഒക്കെ പോലെയുള്ള ഒരു സ്പീഷീസ് ആയിട്ട് ജീവിക്കും എന്നൊരവസ്ഥയെ ഉണ്ടാവുകയുള്ളൂ. അപ്പോ അള്ളാഹു അതല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ മശീയത്ത് മനുഷ്യര് സ്വാതന്ത്ര്യം നൽകപ്പെട്ട് അവന് എല്ലാവിധ കഴിവുകളും ഉള്ള അവസ്ഥയിൽ അവൻ എങ്ങനെ പ്രതികരിക്കുന്നു, തിരിച്ചറിവോടുകൂടി അള്ളാഹുവിനെ ഉൾക്കൊണ്ടുകൊണ്ട് അവൻ നന്മ ചെയ്യുന്നവരായിട്ട് സുഹൃതം ചെയ്യുന്നവരായിട്ട് മുന്നേറുമോ? അതല്ല, കിട്ടിയ അവസരം യാതൊരു ആലോചനയും ചിന്തയും അന്വേഷണവും ഒന്നുമില്ലാതെ അക്രമത്തിനും തിന്മക്കും അരാജകത്വത്തിനും ഒക്കെ വേണ്ടി വിനിയോഗിക്കുമോ എന്നതാണ് അള്ളാഹു പരീക്ഷിക്കുന്നത്. അതിനുവേണ്ടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളതും ഈ ജീവിത സാഹചര്യങ്ങൾ നൽകിയിട്ടുള്ളതും എന്നാണ് ഖുർആൻ വ്യക്തമാക്കുന്ന കാര്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. മറ്റൊരു ചോദ്യം ചിന്മയെ തന്നെ ഉന്നയിച്ചിരിക്കുകയാണ്. ഇന്റർനെറ്റ് ഉൾപ്പെടെയുള്ള സാധ്യതകൾ പഴയ പ്രവാചകന്മാരുടെ കാലത്ത് അള്ളാഹു ഉപയോഗപ്പെടുത്തിയിരുന്നെങ്കിൽ കാര്യങ്ങൾ എത്രയോ എളുപ്പമാകുമായിരുന്നു അവർ. ഇന്ന് ശാസ്ത്രം കണ്ടെത്തിയ അത്തരം ഒരു സിദ്ധിയും അള്ളാഹു പഴയ പ്രവാചകന്മാർക്ക് നൽകിയിട്ടില്ല എന്നതിലെ യുക്തി എന്താണ് എന്നതാണ്. മനുഷ്യന്റെ ചരിത്രം പഠിച്ചാൽ വളരെ എളുപ്പത്തിൽ ഇതിനുള്ള ഉത്തരം നമുക്ക് ലഭിക്കും. മനുഷ്യന് ഓരോ ഘട്ടത്തിലായിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ അറിഞ്ഞും മനസ്സിലാക്കിയും ഒക്കെ ഈ പ്രപഞ്ച സംവിധാനത്തിൽ അള്ളാഹു വെച്ചിരിക്കുന്ന സാധ്യതകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുന്നേറുകയാണ്. ആ മുന്നേറ്റത്തിന് ഒരു ക്രമമുണ്ട്.
ആ ക്രമം തെറ്റിച്ചുകൊണ്ട് ഒരിക്കലും തന്നെ മനുഷ്യന് സാധ്യമല്ല. ഇപ്പോ ഉദാഹരണത്തിന് നമ്മുടെ അപ്പോ ഭൂമിയുടെ ഉപരിതലത്തിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ രൂപകൽപ്പന ചെയ്യപ്പെടുന്നതിന് മുമ്പ് നമുക്ക് ആകാശത്തിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ രൂപകൽപ്പന ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ ഇപ്പോ നമ്മളുടെ സ്മാർട്ട് ഫോൺ പോലെയുള്ള ഒരു ഡിവൈസ്, സാധാരണ ഒരു ഫോൺ എന്ന ആശയം, ലാൻഡ് ഫോണോ അല്ലെങ്കിൽ നമ്മളുടെ പഴയ മോഡല് മൊബൈൽ ഫോണൊക്കെ തന്നെ രൂപകൽപ്പന ചെയ്യപ്പെടുന്നതിന് മുമ്പ് ഇത്രയും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ ഫോൺ, സ്മാർട്ട് ഫോൺ ഒന്നും നമുക്ക് രൂപകൽപ്പന ചെയ്യാൻ സാധ്യമല്ല. മനുഷ്യന്റെ ഇത്തരം സാധ്യതകള് ഒരു ക്രമം അനുസരിച്ചാണ് ഇവിടെ അനാവരണം ചെയ്യപ്പെടുന്നത് എന്നത് നമുക്ക് കാണാൻ കഴിയും. അത് പടച്ച തമ്പുരാൻ നിശ്ചയിച്ചിട്ടുള്ള ഒരു സംവിധാനമാണ്. അപ്പോ നേരത്തെ തന്നെ പഴയ കാലത്ത് തന്നെ ഇന്റർനെറ്റും അതുപോലെയുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു ഇത് ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ ഇപ്പോ സംഭവിച്ചിരിക്കുന്ന വിധത്തില് ഒന്നിനു പുറകെ ഒന്നായി ധാരാളം പ്രവാചകന്മാരെ നിയോഗിച്ചയക്കേണ്ടി വരുന്ന കാര്യമൊന്നും ഉണ്ടാവുമായിരുന്നില്ല. അങ്ങനെയല്ല അത് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. മറിച്ച് ആർക്കെയും ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒരിക്കലും ഇല്ലല്ലോ. അതിന്റെ ക്രമം അനുസരിച്ചാണ് ഭൂമുഖത്ത് പല ഡെവലപ്മെന്റ്സും ഉണ്ടാവുന്നത്. ആ ഡെവലപ്മെന്റ്സ് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോയതിനു ശേഷം അടുത്ത സ്റ്റെപ്പ് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്നതാണ് അതിന്റെ വസ്തുത. അപ്പോ ശാസ്ത്രം കണ്ടെത്തിയ എന്ന് പറഞ്ഞാൽ തോന്നുന്നു ശാസ്ത്രം വേറെ ആരോ ഒരാളാണ്. ശാസ്ത്രം നമുക്ക് അന്യമായ ഒരാളല്ല. യഥാർത്ഥത്തില് ദൈവികമായി തന്നെ നമുക്ക് തുറന്നു കിട്ടുന്ന അവസരങ്ങളും സാധ്യതകളുമാണ് നമ്മൾ ശാസ്ത്രം എന്ന പേരിൽ നമ്മൾ പ്രതിപാദിക്കുന്നത് എന്നതാണ് വസ്തുത. മനുഷ്യന്റെ മനസ്സിൽ ആശയങ്ങള് തോന്നിപ്പിക്കപ്പെടുന്നുണ്ടല്ലോ. ആരാണ് ഈ ആശയങ്ങൾ മനുഷ്യന്റെ മനസ്സിലിട്ട് തരുന്നത്? ആർക്കാണ് അതിന്റെ മേലെ നിയന്ത്രണം ഉള്ളത്? ഞാൻ മുമ്പൊരിക്കല് വിശദീകരിച്ചിട്ടുള്ളതാണ്. തലയില് ആപ്പിള് വീഴുമ്പോ ഗുരുത്വാകർഷണ ബലത്തെ കുറിച്ച് ആലോചിക്കുന്ന വിധത്തില് ഒരാളുടെ ആലോചന പോകുന്നത് എന്തുകൊണ്ടാണ്? അതിന്റെ മുമ്പ് എത്രയോ ആളുകളുടെ മേലെ കെട്ടിടങ്ങൾ വീണിട്ടുണ്ടാകും, അല്ലെങ്കിൽ നാളികേരം വീണിട്ടുണ്ടാകും, അതല്ലെങ്കിൽ ചക്ക വീണിട്ടുണ്ടാകും. എന്നിട്ടൊന്നും ആലോചിക്കാത്തൊരു കാര്യം ആപ്പിള് തലയിൽ വീഴുമ്പോ ആലോചിക്കുന്ന വിധത്തിൽ മനുഷ്യന് സാധിക്കുന്നത് മനുഷ്യ മനസ്സിലെ ആശയങ്ങളും അതുപോലെ അതുപോലെ ചിന്തകളൊക്കെ ഉടലെടുക്കുന്നത് ഒരിക്കലും തന്നെ ആ മനുഷ്യരുടെ നിയന്ത്രണത്തിൽ പെട്ടതല്ല. അത് നമ്മള് നനച്ചിരിക്കാതെ നമുക്കൊരു നിയന്ത്രണവും ഇല്ലാത്ത വിധത്തില് മനസ്സിലേക്ക് കടന്നു വരുന്നതാണ് ആശയങ്ങളും അതുപോലെ തന്നെയുള്ള ചിന്തകളും ഒക്കെ തന്നെ. അപ്പൊ ഇതിനെ നിയന്ത്രിക്കുന്നത് ആരാണ്? നമ്മളല്ലല്ലോ. നമുക്ക് അതിന്റെ മേലൊരു നിയന്ത്രണവുമില്ല. നിങ്ങൾ ഈ പറയുന്ന ശാസ്ത്രത്തിനും മനുഷ്യന്റെ ചിന്തയെ നിയന്ത്രിക്കാന് യാതൊരു കഴിവുമില്ല. അപ്പൊ ശാസ്ത്രം എന്ന് പറയുന്നത് നിങ്ങൾ സങ്കല്പിക്കുന്ന പോലെ ദൈവത്തിന്റെ എതിർപക്ഷത്ത് നിലകൊള്ളുന്ന ഒരു ശക്തിയല്ല. ദൈവം തന്നെയാണ് ശാസ്ത്രം. മനുഷ്യന് അവന്റെ ചിന്ത നൽകുന്നതും അവന് പുതിയ ആശയങ്ങൾ മനസ്സിൽ രൂപപ്പെടുത്തി കൊടുക്കുന്നതും ഒക്കെ അള്ളാഹുവാണ്. അതിന്റെ ഒരു റിഫ്ലക്ഷൻ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ ആയിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന ശാസ്ത്രം വരുന്നത്. അത് ദൈവത്തിന് അന്യമായതോ ദൈവത്തിന്റെ പിന്തുണയോ അല്ല ഇടപെടലോ ഇല്ലാതെ സംഭവിക്കുന്നതോ അല്ല. മനസ്സിലാക്കാൻ കഴിഞ്ഞാല് കാര്യം വളരെ എളുപ്പമായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ പ്രവാചകന്മാർക്ക് നേരത്തെ നൽകിയിട്ടില്ലാത്ത ഇത്തരം സാധ്യതകൾ തുറന്നു കൊടുക്കാതിരുന്നതിന്റെ യുക്തി എന്താണ് എന്നതാണ്. നമ്മൾ നാഗരിക ചരിത്രം ഒന്ന് വളരെ സംക്ഷിപ്തമായിട്ട് മനസ്സിലാക്കിയാൽ ഇത് നിങ്ങൾക്ക് അറിയാൻ കഴിയും. പസഫിക് ഓഷ്യനിലൂടെ അല്ലെങ്കിൽ പസഫിക് റെയിൽ റോഡ്, അതുപോലെ ടെലിഫോൺ കേബിളുകള്, സൂയസ് കനാല് പോലെയുള്ള വലിയ മുന്നേറ്റങ്ങൾ ലോകത്ത് ഉണ്ടായത് സമീപകാലത്താണ്. ഇത് പണ്ടേ ഉണ്ടായിക്കൂടായിരുന്നോ എന്ന് ചോദിച്ചാൽ അതൊരിക്കലും അങ്ങനെ ഉണ്ടാകാൻ കഴിയില്ല. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ വരുന്നത് വരെ റെയിൽവേ ഉണ്ടായിരുന്നില്ല. ചില നിമിത്തങ്ങളും കാരണങ്ങളും ഒക്കെ ഉണ്ടായപ്പോഴാണ് അത് ഉണ്ടായി വന്നിട്ടുള്ളത്. അപ്പോ അതിന് ബ്രിട്ടന് റെയിൽവേ സാധ്യമായ ഒരു ഘട്ടം എന്ന് പറയുന്നത് അതിന്റെയും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ്. ഒരു 100-200 വർഷങ്ങളാണ് ആകെ ഇത്തരം വലിയ മുന്നേറ്റങ്ങൾക്കൊക്കെ പഴക്കമുള്ളത്. മനുഷ്യന് ഈ വികസനത്തിന്റെയും ശാസ്ത്രീയമായ മുന്നേറ്റത്തിന്റെയും ഓരോ ചുവടുകള് പിന്നിട്ടതിന് ശേഷം മാത്രമേ അടുത്തതിലേക്ക് എത്താൻ കഴിയുള്ളൂ. അതാണ് വസ്തുത. ആ വിധത്തിലാണ് മനുഷ്യന് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്.
അപ്പൊ അതിന് സമാന്തരമായിട്ടുള്ള രീതിയിലെ പ്രവാചകന്മാർക്കും അത് പ്രയോജനപ്പെടുത്താൻ അള്ളാഹു സാധ്യത നൽകുള്ളൂ. അല്ലെങ്കിൽ ഈ സമൂഹം ഒരറ്റത്തും പ്രവാചകന്മാര് തീർത്തും അവർക്ക് അപരിചിതമായ കഴിവുകളുള്ള വേറൊരറ്റത്ത് നിൽക്കുന്ന ഒരാളായി മാറും. അവർക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഒന്നും ഉണ്ടാവില്ല. ആളുകൾക്ക് അതൊരു അത്ഭുത കൃത്യം മാത്രമായിട്ട് തോന്നിയിട്ട് അവര് അതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു കാര്യമേ സംഭവിക്കുകയുള്ളൂ. അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സംഗതി ആവുകയില്ല. ഇനി അള്ളാഹുവിന്റെ നിശ്ചയം അങ്ങനെ മതി എന്നതാണ്, ഈ വിധത്തിലാണ് വേണ്ടത് എന്നതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കും ആരാണ് മനുഷ്യ മനസ്സിൽ ആശയങ്ങൾ ഇട്ട് കൊടുക്കുന്നത്, ചിന്ത രൂപപ്പെടുത്തി കൊടുക്കുന്നത് എന്നൊക്കെ. ശാസ്ത്രമാണോ? ആ ശാസ്ത്രം എവിടെയാണുള്ളത്? എന്റെ മനസ്സിൽ കുറച്ച് ആശയങ്ങളും അതുപോലെ തന്നെ ചിന്തകളും ഒക്കെ ഒന്ന് നിക്ഷേപിച്ചു തരാൻ വേണ്ടി ആ ശാസ്ത്രത്തോട് നമുക്കൊന്ന് ആവശ്യപ്പെട്ടു നോക്കാമല്ലോ. അങ്ങനെ ഇല്ല. യഥാർത്ഥത്തില് മനുഷ്യ മനസ്സില് മുഖല്ലിബുൽ ഖുലൂബായ റബ്ബാണ്. ഹൃദയങ്ങളെ ചലനാത്മകമാക്കുന്ന, അതിൽ ചിന്തയും ആശയവും ഒക്കെ ഇട്ടുകൊടുത്തുകൊണ്ട് അതിനെ പ്രവർത്തനക്ഷമമാക്കുന്നത് പ്രപഞ്ച സൃഷ്ടാവായ റബ്ബാണ് എന്നതാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആശയം. ഇന്നത്തെ സെഷൻ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.